ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു വാട്ട ഈറ്റിനെയാണ് കേട്ടോ. എല്ലാവരും ചെയ്യുന്നത് കണ്ട് എന്നാൽ പിന്നെ ഞാനും ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നുണ്ട്. ഇത് 7 മണിയായപ്പോൾ ഉള്ള കാഴ്ചയാണ്. അപ്പോൾ ഗാർഡനിൽ ഞാനിട്ട് ടർട്ടിൽ വൈൻ എല്ലാം എന്താ ഇതേപോലെ പടർന്ന് കയറി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ കഴിച്ചത് 2 ദോശ, സാമ്പാർ, പിന്നെ ഒരു മുട്ട, പിന്നെ ഒരു ഗ്ലാസ് ചായ. അപ്പം ചായ എനിക്ക് രാവിലെ മസ്റ്റായിട്ടും വേണം, ഇല്ലെങ്കിൽ തലവേദന എടുക്കും. പിന്നെ ഫുഡ് കഴിക്കുമ്പോഴത്തേനും ഞാൻ ഇങ്ങനെ ആടി ഒലഞ്ഞൊക്കെയാണ് കഴിച്ചു തീർക്കുന്നത്. എന്തായാലും ഒരു 10-15 മിനിറ്റ് വേണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു മാങ്ങ കഴിക്കാമെന്ന് വിചാരിച്ചൊരു മാങ്ങ എടുത്ത് കട്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേനും അതിൻ്റെ അകത്ത് പുഴുവായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അത് എടുത്ത് കളഞ്ഞു. പാറൂസിനും വേണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പപ്പിയും വന്ന് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ അത് പുഴുവായതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിനെ കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് കയറി നിന്നത് പപ്പിയാണ്, ബ്ലാക്ക് കളറിൽ സ്ക്രീന് ഫുള്ള്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മിഠായിയാണ്, ഗ്യാസ് മിഠായിയാണ്. ഇത് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും വായിൽ ഇട്ടുകൊണ്ട് നടക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറാണ്. മീൻ പൊരിച്ചത്, പയറ് മെഴുക്ക് വരട്ടി, മാങ്ങാച്ചാറ്, പിന്നെ സാമ്പാർ. ഈ മീൻ വറുത്തതിന് ഒരു ഇതുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പപ്പിക്കും ജോലിക്കും വാങ്ങിച്ച മീനിൻ്റെ അകത്തു നിന്നാണ് ഞാൻ ഒരെണ്ണം എടുത്ത് പൊരിച്ചത്. കാരണം ചൂര മീൻ കറി ഉണ്ടായിരുന്നു, പക്ഷേ അത് രാത്രി ചേട്ടനും പിന്നെ പാറൂസിന് 2 നേരം കൊടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം അതിൽ നിന്ന് പിന്നെ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പപ്പിക്കും ജോലിക്കും മേടിച്ചതിൻ്റെ അകത്തുനിന്ന് ഒരു മീനെടുത്ത് പൊരിച്ച് എനിക്ക് ഉച്ചയ്ക്ക് ചോറ് തിന്നാൻ വേണ്ടി. പിന്നെ അവർക്ക് പ്രത്യേകം ഞാൻ മീൻ മേടിക്കും, എങ്കിലേ തികയുള്ളൂ. 2 പേർക്കും 2 നേരം കൊടുക്കണമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം കുളിച്ച് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. പിന്നെ വൈകുന്നേരം വിളക്ക് വയ്ക്കുന്നത് ഞാനായതുകൊണ്ട് തന്നെ വൈകുന്നേരം സമയത്ത് ഒരു 3 മണി 3:30 ആകുമ്പോഴാണ് കുളിക്കുന്നത്. അപ്പോൾ ചായക്ക് കടിയായിട്ട് ഇതാണ് എൻ്റെ പലഹാരപാത്രം. എൻ്റെ അല്ല, പാറുവിൻ്റെ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് മറ്റ് ഉണ്ടംപൊരി അല്ല, പൊരിയുടെ വേറൊരു ടൈപ്പ് ഇതാണ്. പിന്നെ മുറുക്ക്, ഇതൊക്കെ കഴിയാറായി. എപ്പോഴും എന്നും തിന്നുന്നതുകൊണ്ടാണ് കഴിയാറായി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റത് പൊട്ടിച്ചിട്ടില്ല, അത് പാറുവിൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ഇത് ഉണ്ണിയപ്പം ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പല സാധനങ്ങളും ഇരിപ്പുണ്ട്. അപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല. ഉണ്ണിയപ്പം ഉണ്ട്. ഉണ്ണിയപ്പം എനിക്ക് വേണ്ട, ഉണ്ണിയപ്പം എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ തോന്നിയ ഒരെണ്ണം വല്ലപ്പോഴും ഒക്കെ കഴിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്ക് എപ്പോഴും കഴിക്കാൻ ഇഷ്ടമില്ല. പിന്നെ ചിപ്സ് എന്ന് പറയുന്ന സാധനം എനിക്ക് കുറച്ചല്ല, നല്ല ഇഷ്ടമുണ്ട്. പിന്നെ 2-3 ദിവസമായിട്ട് പൊട്ടിച്ച് വെച്ചിരിക്കുന്നതാണെങ്കിൽ കഴിക്കാനൊരു ഇതുണ്ടാവില്ല. ഇത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതായതുകൊണ്ട് തന്നെ നല്ല കറുമുറാന്നിരിക്കും. അതുകൊണ്ടാണ് ചിപ്സ് തന്നെ എടുത്തത്. ഇന്ന് പൊട്ടിച്ചതേ ഉള്ളൂ കേട്ടോ. പാറൂസിന് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് പൊട്ടിച്ചതേ ഉള്ളൂ. അപ്പം ചിപ്സും ചായയുമായിട്ട് സിറ്റ് ഔട്ടിലിരുന്നിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ സിറ്റ് ഔട്ടിലാകുമ്പോൾ നല്ല വെട്ടമുണ്ട്, അതുകൊണ്ടാണ് സിറ്റ് ഔട്ടിലിരുന്ന് ചെയ്യുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ച അതേ ഫുഡ് തന്നെയാണ് രാത്രിയും കഴിക്കാനുള്ളത്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ലാത്തതുകൊണ്ട് ഓക്കെ, ബൈ, ടാറ്റാ.